ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ ഒരിക്കൽ ഒരു ടൂറ് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയി ഉള്ള പാറക്കിടയിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളുണ്ട്. ചില കഷ്ണങ്ങൾ നല്ല ഉറപ്പുള്ള പാറക്കഷ്ണമാണ്. അതിനോട് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാലെടുത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. ചിലതെണ്ണം അതിൻ്റെ അകത്ത് ഉറപ്പുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് എന്ത് ചെയ്യില്ല, ബലമായിട്ട് പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ചവിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ താഴ്ന്നു പോകും. ആ ടീമിൻ്റെ കൂടെ സ്ഥിരമായിട്ട് അവിടെ സന്ദർശിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പിനോട് ആൾ പറഞ്ഞു, നല്ല തെളിഞ്ഞ വെള്ളമാണ്, നന്നായിട്ട് ആ പാറക്കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്, നമുക്ക് അക്കരയ്ക്ക് പോവുകയും ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷെ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഈ ഉറപ്പുള്ള കല്ലുകളും ഉറപ്പില്ലാത്ത കല്ലുകളും ഉണ്ട്. എന്നിട്ട് ഉറപ്പുള്ള കല്ലുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ആൾ പറഞ്ഞു കൊടുക്കുകയാണ്, അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ പാറയുടെ കല്ലിൻ്റെ മുകളിൽ മാത്രമേ നിങ്ങൾ ചവിട്ടാവുള്ളൂ. അങ്ങനെ ആളുകൾ നടന്നുപോയി. പോയ സമയത്ത് ഇവർക്ക് ആർക്കും ചവിട്ടുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല, എല്ലാവരും നടന്നുപോയി. പകുതിയൊക്കെ എത്തിയ സമയത്ത് ചില ആൾക്കാർക്ക് തോന്നി, അയാൾ ചിലപ്പം വെറുതെ പറഞ്ഞാവും, എല്ലാ പാറയും എന്തായിരിക്കും, ഒരേപോലെയുള്ള തന്നെ ആയിരിക്കും. അങ്ങനെ അവരൊന്ന് ചവിട്ടി നോക്കുന്ന സമയത്ത് അടുത്തും ചവിട്ടി നോക്കിയപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, തൊട്ടടുത്ത് ചവിട്ടിയപ്പോൾ ഒന്നും പ്രശ്നമല്ല. അങ്ങനെ വിചാരിച്ച് എല്ലാ പാറയും അതേപോലെയാണെന്ന് വിചാരിച്ചിട്ട് ഈ ചെറിയ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, എല്ലാ പാറയും ചവിട്ടി പോകാൻ തുടങ്ങി. അങ്ങനെ പോയ സമയത്ത് ഒരു കഷ്ണം എന്ത് ചെയ്തു, അടർന്നു പോയി. അതിൻ്റെ മുകളിൽ 2 പേരുണ്ടായിരുന്നു. ആ 2 പേര് കൂടി ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് അങ്ങ് ഒലിച്ചു പോയി. പോയ സമയത്ത് അവരൊരിക്കൽ പോലും ഈ നദിയെ കുറ്റം പറഞ്ഞില്ല, ഈ പാറ കഷ്ണത്തിനെയും കുറ്റം പറഞ്ഞില്ല. അവർ പറഞ്ഞത്, ഞങ്ങളോട് നേരത്തെ ആ ആളുകൾ പറഞ്ഞ ആ വാക്ക് ഞാൻ കേട്ടില്ല എന്നുള്ള നിലക്ക് പശ്ചാത്തപിച്ചു. നമ്മൾ നോക്കുക, നമ്മളെ ലീഡേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ നമുക്ക് തോന്നാൻ നിർദ്ദേശം എന്തിനാണ്, ഞാൻ ഒരുപാട് കാലമായില്ലേ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തൂല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അബദ്ധത്തിലേക്ക് പോകും. നിങ്ങൾ ഓരോ ലീഡേഴ്സും നിങ്ങൾക്ക് തരുന്നത് അവരെ എക്സ്പീരിയൻസിൽ അവർ പിന്നീട് റിഗ്രറ്റ് അടിച്ച കാര്യത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് തരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും തരുന്ന നിർദ്ദേശങ്ങൾ ആളുടെ വലുപ്പം നോക്കിയിട്ടല്ല, ആ തരുന്ന ആൾക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കും ആൾ ആ നിർദ്ദേശം തരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളത് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല, പശ്ചാത്തപിക്കേണ്ടി വരില്ല. എപ്പോഴും നമ്മളുടെ ഗുരു ആരായിരിക്കണം, അനുസരണ ഗുരുവാക്കി മാറ്റുക, പശ്ചാത്താപത്തിനെ ഗുരുവാക്കി മാറ്റാതിരിക്കുക.